അങ്കമാലിയിൽ കോളേജ് വിദ്യാർത്ഥി ജസ്ലിയ ജോൺസൺ വാഹനമിടിച്ചു മരിച്ച കേസിൽ പ്രതി ഡോക്ടർ സിറിയക് പി ജോർജ് അറസ്റ്റിൽ. വാഗമണിലെ റിസോർട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. അതിനിടെ പോലീസിനെതിരായ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണത്തിൽ പരിശോധന നടത്തി കഴമ്പുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് എറണാകുളം റൂറൽ SP പ്രതികരിച്ചു. അപകടം നടന്ന് 6 ദിവസം പിന്നിടുമ്പോഴാണ് പ്രതി സിറിയക് പി ജോർജിനെ പോലീസ് പിടികൂടിയത്. 2 ദിവസമായി വാഗമണ്ണിലെ കണ്ണംകുളത്തുള്ള റിസോർട്ടിൽ മീശയും താടിയുമൊക്കെ വടിച്ച് രൂപമാറ്റം വരുത്തി താമസിക്കുകയായിരുന്നു സിറിയക്. സിറിയക്കിനെ കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെടാനും ശ്രമിച്ചു. അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ നഖവും മുടിയും അടക്കം പരിശോധനയ്ക്ക് അയക്കും. അതിനിടെ അങ്കമാലി പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണം പരിശോധിക്കുമെന്ന് റൂറൽ SP KS സുദർശൻ പ്രതികരിച്ചു. യാതൊരു സ്വാധീനമോ മറ്റൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ളൊരു ഡിലേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, അങ്ങനെ അവരുടെ പാരന്റ്സിന് അങ്ങനെ ഒരു ആക്ഷേപമുള്ള നിലയ്ക്ക് നമ്മളത് പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടപടിയെടുക്കുന്നതായിരിക്കും. അങ്കമാലി പോലീസിനെതിരെ ആക്ഷേപം ഉയർന്നതിന് പിന്നാലെ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു പിന്നീടുള്ള അന്വേഷണം. പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പിതാവ് ജോർജ് മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജോർജ് മാത്യുവിന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.